യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 18. എത്യോപ്യയിലെ നദികൾക്ക് അക്കരെയുള്ള ചെറുകടി ശബ്ദമുയർത്തുന്ന ദേശം, നൈൽ നദിയിലൂടെ ഈറ്റച്ചങ്ങാടത്തിൽ ദൂതന്മാരെ അയക്കുന്ന ദേശം, വേഗമേറിയ ദൂതന്മാരെ, ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജനതയുടെ അടുത്തേക്ക്, അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്നവരുടെ അടുത്തേക്ക്, പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെട്ടതുമായ രാജ്യത്തേക്ക് വേഗം ചെല്ലുവീൻ. ഭൂവാസികളെ, മലകളിൽ അടയാളമുയരുമ്പോൾ നോക്കുവീൻ, കാഹളം മുഴങ്ങുമ്പോൾ ശ്രദ്ധിക്കുവീൻ. കർത്താവ് എന്നോട് അരുളി ചെയ്തിരിക്കുന്നു. മധ്യാഹ്ന സൂര്യൻ്റെ തെളിവോടെ കൊയ്ത്തുകാലത്തെ തുഷാരമേഘം പോലെ ഞാൻ എൻ്റെ മന്ദിരത്തിലിരുന്ന് വീക്ഷിക്കും. പൂക്കാലം കഴിഞ്ഞ് മുന്തിരി വിളയുന്ന സമയത്ത് വിളവെടുപ്പിന് മുൻപ് അവിടുന്ന് മുളപ്പുകളെ അരിവാൾ കൊണ്ട് മുറിച്ച് കളയും. പടർന്നു വളരുന്ന ശാഖകളെ അവിടുന്ന് വെട്ടിക്കളയും. അവ മലകളിലെ കഴുകന്മാർക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കുമായി ഉപേക്ഷിക്കപ്പെടും. വേനൽക്കാലത്ത് കഴുകന്മാരും മഞ്ഞുകാലത്ത് വന്യമൃഗങ്ങളും അത് തിന്നും. ആ സമയത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജനതയിൽ നിന്ന്, അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്ന ജനതയിൽ നിന്ന്, പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെടുന്നതുമായ രാജ്യത്ത് നിന്ന് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന സിയോൻ മലയിലേക്ക് അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരും. ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശയ്യാ 18 അധ്യായം കുശിലെ അഥവാ എത്യോപ്യ ദൂതന്മാരെയും അസീറിയൻ ഭീഷണിയെയും കുറിച്ചുള്ള ഗൗരവമേറിയ വചനങ്ങളാണ്. അക്കാലത്ത് അസീറിയയുടെ പടയോട്ടത്തെ ഭയന്ന് യഹൂദ രാജാവായ ഹെസക്കിയായുടെ അടുത്തേക്ക് സഖ്യമുണ്ടാക്കാനെത്തിയവരായിരുന്നു കുശിലെ ഈ ദൂതന്മാർ. ജെറുസലേമിന് ചുറ്റും ശത്രുക്കൾ വളയുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ദൈവം തൻ്റെ അപ്രമാദിത്യം വെളിപ്പെടുത്തുന്നത്. മനുഷ്യസാധ്യമായ സഖ്യങ്ങളിലല്ല, മറിച്ച് സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടതെന്ന് ഈ ചരിത്ര പശ്ചാത്തലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളെയൊക്കെ നെട്ടോട്ടം നാം ഓടുമ്പോഴും കർത്താവ് തൻ്റെ സിംഹാസനത്തിലിരുന്ന് എല്ലാം കാണുന്നുണ്ടെന്ന സത്യം ഇവിടെ വ്യക്തമാണ്. ലോകശക്തികൾ എത്ര വലുതായാലും ദൈവത്തിൻ്റെ പദ്ധതികളെയും പ്ലാനുകളെയും തടയാൻ ആർക്കും കഴിയില്ലെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കട്ടെ. ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം ദൈവത്തിൻ്റെ നിശബ്ദവും എന്നാൽ ശക്തവുമായ സാന്നിധ്യത്തെക്കുറിച്ചുള്ളതാണ്. കൊയ്ത്തുകാലത്ത് കത്തുന്ന പോലെയും പ്രഭാതത്തിലെ മഞ്ഞ് പോലെയും ദൈവം തൻ്റെ സ്ഥലത്തിരുന്ന് എല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്ന് പ്രവാചകൻ പറയുന്നു. ശത്രുക്കൾ അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് തൊട്ടുമുമ്പ് ദൈവം അവയെ മുറിച്ചു നീക്കുമെന്ന ശക്തമായ പ്രവചനമാണിത്. ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ ദൈവം മിണ്ടാതിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാമെങ്കിലും കർത്താവ് ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയാണ്. അസീറിയയുടെ നാശവും ദൈവത്തിൻ്റെ വിജയവുമാണ് ഈ അധ്യായം ദൂര കാഴ്ചയോടെ നമ്മെ അറിയിക്കുന്നത്. മനുഷ്യൻ്റെ അഹങ്കാരത്തിന് ദൈവം ഒരു അറുതി വരുത്തും എന്നതാണ് ഇതിലെ കേന്ദ്ര ആശയമായി നാം കാണേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ഹെസക്കിയ രാജാവിൻ്റെ കാലത്ത് അസീറിയൻ സൈന്യം ജെറുസലേമിനെ വളഞ്ഞപ്പോൾ ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പുലരുന്നത് നാം കാണുന്നുണ്ട്. അസീറിയക്കാരെ തകർക്കാൻ മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യമുണ്ടാക്കാൻ നോക്കിയവർക്ക് മുന്നിൽ ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിച്ചു. മനുഷ്യൻ
കൊയ്ത്തിനൊരുങ്ങുമ്പോഴേക്കും മുന്തിരിവള്ളികൾ വെട്ടിമാറ്റുന്നത് പോലെ അസീരിയൻ സൈന്യത്തെ ദൈവം ഒന്നുമല്ലാതാക്കി തീർത്തു. ബാബിലോൺ പ്രവാസത്തിൻ്റെ നിഴലുകൾ കാണുന്ന കാലത്തും ദൈവത്തിലുള്ള വിശ്വാസം മാത്രമാണ് രക്ഷയെന്ന് ഈ ചരിത്രം തെളിയിക്കുന്നു. അന്ന് ദൂതന്മാർ കൊണ്ടുവന്ന വാർത്തയേക്കാൾ വലുതായിരുന്നു ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് ഇസ്രായേൽ ജനത തിരിച്ചറിഞ്ഞു. ചരിത്രത്തിൻ്റെ ഓരോ വളവിലും തിരിവിലും ദൈവം തൻ്റെ ജനത്തെ കാത്തു പാലിച്ചതിൻ്റെ വലിയൊരു തെളിവാണ് സഹോദരങ്ങളെ ഈ അധ്യായം. പ്രവാചകനായ ഏശയ്യായുടെ ഉറച്ച ബോധ്യവും ധീരതയും ഈ വചനങ്ങളിൽ നിഴലിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം. വൻ ശക്തികളായ ദൂതന്മാർ വരുമ്പോഴും പതറാതെ ദൈവത്തിൻ്റെ സന്ദേശം വിളിച്ചു പറയാൻ ഏശയ്യ കാണിച്ച ആർജവം വളരെ വലുതാണ്. താൻ വിശ്വസിക്കുന്ന ദൈവം സകല ജനതകൾക്കും മുകളിലാണെന്ന വലിയൊരു ബോധ്യം പ്രവാചകൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഭയചകിതരായ ഭരണാധികാരികൾക്ക് മുന്നിൽ ദൈവത്തിൻ്റെ ശാന്തതയും നീതിയും വിളിച്ചോതാൻ ഏശയ്യ ഒട്ടും മടിച്ചില്ല. പ്രവാചകൻ്റെ ദീർഘവീക്ഷണവും ദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയും ഓരോ വിശ്വാസിക്കും വലിയ മാതൃകയാണ് നൽകുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിൻ്റെ വാക്കിനായി കാതോർക്കുന്ന ഒരു ഹൃദയമാണ് ഏശയ്യായ്ക്കുണ്ടായിരുന്നത്. ഈ വചനഭാഗം ഇക്കാലത്തെ വിശ്വാസികളായ നമുക്ക് വലിയ ആത്മീയ ഉൾക്കാഴ്ചകളാണ് പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം പലപ്പോഴും മാനുഷികമായ സഹായങ്ങൾ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും പരക്കം വായുന്നവരാണ്. എന്നാൽ ദൈവം തൻ്റെ വാസസ്ഥലത്ത് ശാന്തനായി ഇരുന്നുകൊണ്ട് എല്ലാം കാണുന്നുണ്ട് എന്ന സത്യം നാം മറന്നു പോകരുത്. വിളവെടുപ്പിന് മുൻപ് പാഴ്വള്ളികൾ വെട്ടിമാറ്റുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ അനാവശ്യ ബന്ധങ്ങളെയും പാപങ്ങളെയും ദൈവം തീർച്ചയായും നീക്കം ചെയ്യും. ദൈവത്തിൻ്റെ സമയം വരുന്നത് ആ സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കുക എന്നതാണ് വലിയൊരു പാഠം. ഒബീഡിയൻസ് മാറ്റേഴ്സ്. സകല നന്മകളുടെയും ഉറവിടമായ ദൈവത്തിൽ മാത്രം പ്രത്യാശ അർപ്പിക്കാൻ ഈ വചനം നമ്മെ പ്രേരിപ്പിക്കട്ടെ. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ഇന്നത്തെ പാപഭംഗിലമായ നമ്മുടെ ലോകത്തിൽ പല വെല്ലുവിളികളെയും നേരിടാൻ ഏശയ്യ 12-ാം അധ്യായം നമ്മെ പ്രാപ്തരാക്കും. രാഷ്ട്രീയ അസ്ഥിരതകളും യുദ്ധഭീഷണികളും രോഗപീഠകളും നമ്മെ അലട്ടുമ്പോൾ ഈ വചനഭാഗം നമുക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുക. ലോകത്തിലെ ശക്തികളെക്കാൾ വലിയൊരു ശക്തി സ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യം, നമുക്ക് വേണ്ടി ഒരു ഗ്യാരണ്ടർ ഉണ്ടെന്ന കാര്യം നമ്മൾ വിട്ടുപോകരുതെന്ന് ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന മനുഷ്യ സഖ്യങ്ങളെക്കാളും പണത്തെക്കാളും വിലപ്പെട്ടത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധമാണെന്ന് നാം തിരിച്ചറിയണം. ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും അത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ആധുനിക ലോകത്തിൻ്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അത് നാം ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ, പേഷ്യൻസോടുകൂടി ഹ്യൂമിലിറ്റിയിൽ അഹങ്കാരമില്ലാണ്ട് എളിമയോടെ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മാത്രമേ ആ സ്വരം എൻ്റെ സ്വരം പോലെ, നമ്മളുടെ സുഹൃത്തുക്കളുടെ സ്വരം പോലെ കേൾക്കുവാൻ സാധിക്കുള്ളൂ. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും എന്നാൽ അതോടൊപ്പം തന്നെ അവൻ്റെ കരുണയെക്കുറിച്ചും ഈ അധ്യായം സംസാരിക്കുന്നു. അഹങ്കാരികളെ അവിടുന്ന് താഴ്ത്തുമെന്നും എന്നാൽ വിനീതർക്ക് അവിടുന്ന് ആശ്രയമാകുമെന്നും ഇവിടെ വ്യക്തമാണ്. അവസാന കാലത്തെ വിധിയിൽ നീതിയുള്ളവർ മാത്രം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമെന്ന് ഈ വചനം അടിവരയിട്ട് വീണ്ടും സൂചിപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ 2-ാം വരവിനായി ഒരുങ്ങിയിരിക്കാൻ നിങ്ങളെയും എന്നെയും ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സന്ദേശം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സകല ജനതകളും സിയോൻ പർവ്വതത്തിലേക്ക് കാഴ്ചകളുമായി വരുന്നത് പോലെ നിങ്ങളും ഞാനും നമ്മുടെ ജീവിതം കർത്താവിന് കാഴ്ച സമർപ്പണമായി നൽകണം. പ്രത്യാശയോടെയും ഒരുക്കത്തോടെയും ജീവിക്കുന്നവർക്ക് കർത്താവിൻ്റെ വചനം എന്നും രക്ഷയുടെ ഉറവിടമായി നിലനിൽക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.